നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള രാജരാജേശ്വര ക്ഷേത്രം, ഈ ക്ഷേത്ര സങ്കേതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ ക്ഷേത്രം ഭക്തർക്കിടയിൽ രാജരാജേശ്വരൻ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന മഹാദേവന് സമർപ്പിച്ചതാണ്. കേരളത്തിലെ പ്രസിദ്ധമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഇതിനെ കാണുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. ഇവിടെ ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് സ്വയംഭൂവുമാണ് എന്നാണ് ഐതിഹ്യം. കേരള തനിമയാർന്ന വാസ്തുശൈലിയിലാണ് ക്ഷേത്ര നിർമ്മാണം. ഈ ക്ഷേത്രാങ്കണത്തിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഭക്തിയുടെ മറ്റൊരു ലോകം തെളിയുകയാണ്. ചെങ്കല്ലുകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ മതിൽ ചുവർ ചിത്രത്തിനേക്കാൾ ഭംഗിയുള്ളതാണ്. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള കവാടം. ഓരോ ദിവസവും അനവധി ഭക്തജനങ്ങൾ പല ദേശങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിലെത്തുന്നു. സ്ത്രീകളായ ഭക്തജനങ്ങൾക്ക് വൈകുന്നേരം അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമേ ഈ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിലേക്ക് പ്രവേശനം സാധ്യമാവുകയുള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ വഴിപാടാണ് നെയ്യാമൃതം. ഭക്തർ നെയ്യ് നിറച്ച ചെറിയ പാത്രം സമർപ്പിച്ചാണ് രാജരാജേശ്വരനെ ദർശിക്കുന്നത്. ഈ നെയ്യ് പിന്നീട് അഭിഷേകത്തിനും ക്ഷേത്രത്തിലെ ദീപങ്ങൾ തെളിക്കാനും ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോപാലൻ ചേട്ടൻ നയിക്കുന്ന മാധവം ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തിയത്. ഒരുപാട് തിരക്കുണ്ടായിരുന്നു. എങ്കിലും നല്ല രീതിയിൽ മനസ്സ് നിറഞ്ഞ് ഭഗവാനെ തൊഴുവാൻ സാധിച്ചു. വടക്കൻ കേരളത്തിലെ ഈ പ്രസിദ്ധമായ ശിവക്ഷേത്രം ദർശിക്കുവാൻ നിങ്ങൾക്കും ഭഗവാൻ അനുഗ്രഹം തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.